നമുക്ക് ഒരു വാക്കും കൂടെ കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ കർത്താവേ സാഷ്ടാംഗം വീഴുന്നു. കർത്താവേ, അവിടുന്ന് ആദ്യനും അന്ത്യനും ആൽഫ്യമേഘമായിട്ടുള്ള കർത്താവായതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം, സർവ്വത്തെ സൃഷ്ടിച്ചവനായ ദൈവം, കർത്താവെ, അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഒരു സീറോ ആയിട്ട്, ഒരു വട്ടപൂജ്യമായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അതേ കർത്താവെ, ഒരു ശിശുവിനെ പോലെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെയും സമ്പൂർണ്ണമായിട്ടും ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ കർത്താവെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. കർത്താവ്, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ, ഞങ്ങൾ അല്പസമയം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ, ഓൺലൈനായിട്ട് പല സഹോദരങ്ങൾ പലയിടത്തുനിന്നും ആയിരിക്കുമ്പോൾ, യേശുവേ, അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഞങ്ങൾക്ക് കേൾക്കണം. കർത്താവെ, അവിടുത്തെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവെ, ആ ആത്മാവും ജീവനുമാകുന്ന വചനങ്ങൾ, നിത്യജീവന്റെ മൊഴികളെ ഞങ്ങളുടെ ആത്മാവിലേക്ക് സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ ശബ്ദത്തെ കാഹളധ്വനി പോലെ വ്യക്തമായിട്ട് കേൾപ്പാൻ കർത്താവെ ഞങ്ങളുടെ അകത്തെ ചെവികളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിനെ ഞങ്ങൾക്ക് തൊടണം, യേശുവിനെ കാണണം, യേശുവിനെ പോലെ ആയിത്തീരണം, യേശുവിൻ്റെ മാർവോട് ചാരണം. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മളിപ്പം പല മാസങ്ങളായിട്ട് യോഹന്നാന്റെ സുവിശേഷം വാക്യപ്രതിവാക്യമായിട്ട് ഈവൻ ഓരോ വാക്കുകളും ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ചു കൊണ്ടുവരികയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ 7-ാമത്തെ വാക്യം വരെ നമ്മൾ കണ്ടു. നമുക്കറിയാം അതിൻ്റെ ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നതാണ് യേശുക്രിസ്തു. ദൈവത്തിന് ഒരുപാട് അവതാരങ്ങളില്ല, ഒരേ ഒരു അവതാരമേ ഉള്ളൂ ബൈബിൾ പ്രകാരം. അത് ബെത്ലഹേമിൽ ജനിച്ച് നസ്രയത്തിൽ വളർന്ന്, ഇസ്രയേലിലുള്ള ബെത്ലഹേമിൽ ജനിച്ച് നസ്രയത്തിൽ വളർന്ന തച്ചൻ്റെ മകനായിട്ട് തച്ചനായിട്ട് വളർന്നു വന്ന യേശുക്രിസ്തു കർത്താവ്, ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യാവതാരമേ ദൈവത്തിനുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. യേശുവാണ് മനുഷ്യനായിട്ട്, ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിക്കുക ചെയ്തത്. നമ്മെപ്പോലെ എല്ലാത്തിലും, എല്ലാ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും എല്ലാം നമ്മെപ്പോലെ തന്നെ അനുഭവിച്ചിട്ടും അതിലെല്ലാം ജയിച്ച് നമുക്കൊരു മാതൃകയായി തീർന്ന കർത്താവ് ഒരു 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് 33 വയസ്സായപ്പോഴത്തേക്കും കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ അതിനു മുമ്പേ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ കർത്താവ് ക്രൂശിലൊരു യാഗമായിട്ട്, പാപപരിഹാര യാഗമായിട്ട്, മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായിട്ട് ദൈവത്തിൻ്റെ ഒരേ ഒരു പരിഹാരം രക്തം ചിന്തണം. മരണത്തിലൂടെ ജീവൻ പകരാൻ നിൽക്കുകയുള്ളൂ, രക്തം ചിന്താതെ പാപവിമോചനം ഇല്ല എന്നൊക്കെ നമ്മൾ എബ്രായർ 9-22 വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വലിയ നീതി പ്രകാരം ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്ന് നമ്മളുടെ നിത്യമായിട്ടുള്ള നരകയാതന കർത്താവ് ക്രൂശിൽ ഏറ്റെടുത്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ, ക്രൂശിക്കപ്പെടുന്നത് ഒരു നമ്മളെ വചനപ്രകാരം നോക്കുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. പൊതുവേ ക്രിസ്തീയ കോളത്തിലൊക്കെ വെള്ളിയാഴ്ച എന്ന് പറയുമെങ്കിൽ നമ്മൾ വചനപ്രകാരം നോക്കുമ്പോൾ ഒരു വ്യാഴാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ തലേദിവസം രാത്രി കർത്താവ് ശിഷ്യന്മാരുടെ ഒരു അന്ത്യത്താഴം, നമ്മളെ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പെയിന്റിംഗ് ഒക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ലിയനാർഡോ ഡാവിഞ്ചി ഒക്കെ ഒരു വലിയ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. കർത്താവും 12 ശിഷ്യന്മാർ, യൂദാസ് ഉൾപ്പെടെയുള്ള 12 ശിഷ്യന്മാരുമായിട്ട് കർത്താവ് അവസാനമായിട്ടൊരു അത്താഴം കഴിക്കുന്നൊരു കാര്യം, കർത്താവ് ശിഷ്യന്മാരോടുള്ള സ്നേഹവിരുന്ന്. അപ്പോൾ ആ അന്ത്യത്താഴത്തിൽ നമ്മളത് യോഹന്നാൻ 13 മുതൽ ആ കാര്യങ്ങൾ വായിക്കുന്നത്. യോഹന്നാൻ 13 അധ്യായം മുതൽ, ഇതിൻ്റെ 2 അധ്യായം മുമ്പ് മുതൽ വായിക്കുന്നത്. അവിടെ 13 അധ്യായത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകുന്നതും, കർത്താവ് ഒരു ദാസനെ പോലെ, കർത്താവ് സർവശക്തനായ ദൈവം ഒരു കർത്താവിൻ്റെ ഒരു കർത്താവിനെന്ന് വിചാരിച്ചാൽ ലഗിയോൺ സൈന്യങ്ങളെ കർത്താവിന് വിളിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ കർത്താവ് പറയുന്ന വാക്യങ്ങൾ നമുക്ക് അറിയാം. അതുപോലെ സർവശക്തനായ ഒരു ദൈവമാണ് യേശു കർത്താവ്. എന്നാൽ കർത്താവ് ആ ശക്തി ഒന്നും ഉപയോഗിക്കാതെ കർത്താവ് തന്നെ ഒരു മനുഷ്യനായിട്ട്, അതെ കർത്താവ് മോർ ദാൻ 12 ലീജിയൻസ് ഓഫ് ഏഞ്ചൽസ് എന്ന മത്തായി 26-53 വാക്യത്തിലാണ് കർത്താവ് പറയുന്നേ, എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗിയോനിലും അധികം, മോർ ദാൻ 12, ഒരു ലഗിയോൻ എന്ന് പറഞ്ഞാൽ തന്നെ 3000-നും 6000-നും അടുത്തുള്ള കാലാൾപ്പടയാണ് അന്ന് റോമൻ ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിലെ മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ മിലിറ്ററിയിലെ ഇവിടെ വേറെ ഗ്രഫൻ പറഞ്ഞാൽ മിലിറ്ററിയോട് ബന്ധപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പൊ ഒരു അന്നത്തെ ഒരു ലെഗിയോൻ അല്ലെങ്കിൽ ലീജിയൻ
എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ലീജൻ എന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഗ്രീക്കിലെ ലീജൻ അവർ മലയാളത്തിലെ ലെഗ്യോൻ. അപ്പോൾ ആ ലീജൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു ലീജൻ സൈന്യം അന്നത്തെ റോമൻ പട്ടാളത്തിലെ ഒരു ലീജൻ എന്ന് പറഞ്ഞാൽ അത് 3000 to 6000 കാലാളുകൾ ഫുഡ് സോൾജിയേഴ്സ് ഉള്ള ഒരു യൂണിറ്റിനാണ് പറയുന്നത് റോമൻ ആർമിയുടെ. അപ്പോൾ ആ ഒരു 6000 സൈന്യത്തെ, ദൂത സൈന്യത്തെ 6000 × 12 ഇപ്പൊ എത്രയായി? 72,000-ത്തിലധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ആ കർത്താവിന് അങ്ങനെ പിതാവിനോടൊന്ന് അപേക്ഷിച്ചാൽ മതി. പിതാവെ, എനിക്കിപ്പോൾ ഈ റോമൻ കുറച്ച് പട്ടാളക്കാർ വന്ന കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. കർത്താവെന്ന് വിചാരിച്ചാൽ ഈ റോമൻ പട്ടാളത്തിന് 6000 × 12 അതിൽ പരം 72,000-ൽ പരം ദൂതന്മാരെ അയച്ച്, ഒരു ദൂതന്റെ ശക്തി തന്നെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ ഒരു ദൂതൻ തന്നെ എത്ര 1000 പേരെ കൊന്നു കളഞ്ഞു എന്നൊക്കെ നമ്മളെ ഇതിന് വൃത്താന്തത്തിന് അതുപോലെ അത്ര ശക്തരായ ദൂതന്മാര്. അപ്പൊ അതില് ഒരു ദൂതൻ തന്നെ മതി എല്ലാവരുടെയും കഥ കഴിക്കാൻ. എന്നാൽ കർത്താവിന് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ 2 Corinthians 13-4 വാക്യമൊക്കെ ഈ അടുത്ത് നമ്മൾ ആ വാക്യമൊക്കെ ചിന്തിച്ചായിരുന്നു. തന്നെ ബലഹീനനാക്കി പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളുടെ പാപപരിഹാരാർത്ഥം കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അങ്ങനെ ക്രൂശിക്കപ്പെടുന്നതിന് തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് യൂദാസ് ഇസ്കരിയോത്ത് അങ്ങ് മാറി അവൻ കർത്താവിന് ഒറ്റ കൊടുക്കാനായിട്ട് അങ്ങ് ഇരുട്ടിലേക്ക് പോയി കളഞ്ഞതായിട്ടൊക്കെ ഇത് യോഹന്നാൻ 13:30 നമ്മൾ വായിക്കുന്നുണ്ട്. ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് അവരുടെ തോളോട് ചേർന്ന് കർത്താവ് അവരെ കൂട്ടി നിർത്തി അവരോട് സ്നേഹ സംഭാഷണം നടത്തുന്ന ഒരു കാര്യം നമ്മൾ ഈ 13:30 മുതൽ 14, 15, 16 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. 17 അധ്യായത്തിൽ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന, 18 അധ്യായത്തിൽ കർത്താവ് ഗെത്സമനെ തോട്ടത്തിലേക്ക് പോകുന്നതും പിന്നീട് അവിടെ പ്രാർത്ഥിക്കുന്നതും പിന്നീട് ക്രൂശിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെയാണ് നമ്മൾ യോഹന്നാൻ 18 അധ്യായത്തിൽ കാണുന്നത്. ഇപ്പോൾ യോഹന്നാൻ 15 അധ്യായം നമ്മളത് കണ്ടായിരുന്നു. അവിടെ ആ കർത്താവ് അന്ത്യത്താഴം കഴിച്ച മാളിക മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഒലിവുമലയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് യോഹന്നാൻ 14:31 കണ്ടേ. അപ്പം ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലോ ഒലിവുമലയിലോ ഒക്കെ വെച്ച് പറയുന്ന കാര്യങ്ങളാണ് കർത്താവ് മുന്തിരിവള്ളിയുടെ ഒരു ഉപമയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം യോഹന്നാൻ 15 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ട് ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഇസ്രായേലിനെ ഒരു മുന്തിരിവള്ളിയായിട്ടൊക്കെ പഴയ ഉടമ്പടിയിൽ പഴയ നിയമത്തിലൊക്കെ ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന് ഒരു സാക്ഷാൽ മുന്തിരിവള്ളി ആകാൻ കഴിഞ്ഞില്ല. കൈപ്പുള്ള കാട്ടുമുന്തിരി കായ്ക്കാനേ ഇസ്രായേലിന് സാധിച്ചുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിട്ടൊരു ജീവിതം പ്രസന്റ് ചെയ്യുവാൻ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് സാധിച്ചില്ല. ദൈവം അവരെ തെരഞ്ഞെടുത്തത് അവരിലൂടെ ആ വിളിച്ച എല്ലാവരിലേക്കും എല്ലാ ജാതികളിലേക്കും പോകാൻ വേണ്ടി ദൈവം അവരെ തെരഞ്ഞെടുത്തത് ആസ് എ ലൈറ്റ് ടു ദ ജെന്റൈൽസ് ആണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് എന്നൊക്കെ നമ്മൾ അത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, നമ്മളത് അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നമ്മൾ കോട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ജാതികൾക്ക് ഒരു വെളിച്ചമായിട്ടാണ് നിന്നെ തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ആ വലിയൊരു കോളിങ്, വലിയൊരു വിളിക്ക് ഒത്തവണ്ണം ഉയരാതെ ഇസ്രായേൽ വീണു പോകുന്നതും എന്ന ആ രക്ഷയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. നമ്മെ കർത്താവ് ആ രക്ഷയിലേക്കാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പം കർത്താവ് ഇസ്രായേലിനെ ഒരു വലിയ ജാതികൾക്ക് വെളിച്ചമായിട്ടെന്നുള്ള പറയുന്നത് സ്തെഫാനോസ് പറയുമ്പോഴാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ന് വെച്ചാൽ ദൈവം ഇസ്രായേലിന് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് സഭയിലൂടെ ദൈവം സാധിക്കാനായിട്ട് കർത്താവ് നമ്മളിലൂടെ കർത്താവ് വ്യാപരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതെ, ഇത് അപ്പോസ്തല പ്രവൃത്തി 13 വരുവാണെങ്കിൽ ഇസ്രായേലിനെ ദൈവം ജാതികൾക്ക് വെളിച്ചമായിട്ടെന്ന് പറയുന്ന ആ ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിന് 47 വാക്യത്തില. അത് 47 വാക്യം ശരിക്കും യെശയ്യാവ് 49:6 ഉദ്ധരിച്ചേക്കുക. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ജാതികൾക്കൊരു വെളിച്ചമാകാൻ വേണ്ടിയാ ഇസ്രായേലിനെ വിളിച്ച് വേർതിരിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 13:47 നമ്മളത് കാണുന്നത്. ഭൂമിയുടെ അറ്റത്തോളം രക്ഷ പോകണം എന്ന് വിചാരിച്ച ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ ഇസ്രായേൽ ആ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട ദൗത്യത്തിലാണ് കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അതിൽ ഒരു യൂദാസ് പോയി, പിന്നെ ഒരു പൗലോസിന് വന്നു. അത് കർത്താവ് 120ഓളം പേരോ കൊണ്ട് രൂപീകരിച്ച ആ ഒരു പെന്തക്കോസ്ത് നാളിലെ സഭ, ആ സഭയിലൂടെയാണ് കർത്താവ് ഇന്നും ആ സഭയിലൂടെയാണ്
കർത്താവ് തൻ്റെ വെളിച്ചം ജാതികളിലേക്ക് എത്തിക്കാനായിട്ട് കർത്താവ് ഇന്നും പരിശുദ്ധാത്മാവിനാൽ നമ്മളിലും വ്യാപരിക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ച് യോഹന്നാൻ 15 വരുമ്പം കർത്താവാണ് സാക്ഷാൽ മുന്തിരിവള്ളി, പിതാവാണ് തോട്ടക്കാരൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലങ്ങളെല്ലാം പിതാവിന് വേണ്ടി ഉള്ളതാണ്, യേശുവിന് വേണ്ടി ഉള്ളതാണ്, നമുക്കായിട്ടുള്ളതല്ല. നമ്മൾ കർത്താവിൽ അങ്ങ് വസിച്ചാലാണ് നമുക്ക് അധികം ഫലം കഴിക്കാൻ ഒക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അകപ്പെട്ട് നമ്മളും ചെത്തി മാറ്റപ്പെടും. നമ്മൾ കൊമ്പുകളാണ്, കർത്താവാണ് മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും ആകുന്നു. അത് നമ്മൾ യോഹന്നാൻ 15:5 നമ്മളത് വായിക്കുന്നത്. ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും ആകുന്നു. നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ യേശുവിലേക്ക്, ഞാനൊരു പാപിയാണ് കർത്താവേ എന്ന് പറഞ്ഞ് നമ്മളതിനെ താഴ്ത്തി നമ്മൾ യേശുവിനായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ കാട്ടലുവായിരുന്നു നമ്മളെ ഒരു കർത്താവ് നാട്ടലുവിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ഒരു കൊമ്പായിട്ട് ഈ മുന്തിരിവള്ളിയിൽ ഒരു കൊമ്പാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആ കൊമ്പിൽ നമ്മൾ കർത്താവിന് യോഗ്യമായുള്ള ഒരു ഫലം, ആ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം, പരിശുദ്ധാത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വാസം, വിശ്വസ്തത, ഇന്ദ്രിയജയം ഒക്കെ ആ ഫലത്തിൻ്റെ പല വശങ്ങളും നമ്മളത് ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലം എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ശുശ്രൂഷയുടെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയോജനമാകുമ്പോൾ, നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹവും പ്രോത്സാഹനവും, മറ്റുള്ളവർക്ക് യേശുവിൻ്റെ ജീവനെ കിട്ടുവാനും, മറ്റുള്ളവർക്ക് അവർ ശിഷ്യത്വത്തിലേക്ക് വരുവാനും, അവർ കർത്താവിലേക്ക് രക്ഷിക്കപ്പെടുവാനും, പിന്നീട് അവർ ശിഷ്യത്വത്തിലേക്ക് വരുവാനും ഒക്കെ തക്കവണ്ണം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ഫലം, ശുശ്രൂഷയുടെ ഫലം. അപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ ഫലം, ശുശ്രൂഷയുടെ ഫലമൊക്കെ അധികം കായ്ക്കാൻ വേണ്ടി ദൈവം നമ്മളെ ചെത്തി വെടുപ്പാക്കുന്ന കാര്യമൊക്കെ നമ്മൾ 2-ാമത്തെ വാക്യത്തിലൊക്കെ കണ്ടു. ചെത്തി വെടുപ്പാക്കുന്ന കത്തിയാണ് താൻ സംസാരിച്ച വചനമെന്ന് തൊട്ട് 3-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ആ വചന നിമിത്തമാണ് ദൈവം നമ്മളെ പ്രൂൺ ചെയ്ത് നമ്മളെ ചെത്തി വെടുപ്പാക്കി ശുദ്ധിയുള്ളവരാക്കി അധികം ഫലം കായ്ക്കാനായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങുമ്പോഴാണ് നമ്മൾ ചെത്തി വെടുപ്പാക്കപ്പെട്ട് അധികം ഫലം കായ്ക്കാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമാകുന്ന അതിപരിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ സ്വർഗസിംഹാസനത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവിടെ വാളിൻ്റെ ജ്വാല നമ്മളുടെ മേൽ പതിച്ചാലേ അത് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് ഉൽപ്പത്തി 3:24 കണ്ടു. ആ ചെത്തി വെടുപ്പാക്കുന്ന കത്തിയാണ് വാള്, ദൈവത്തിൻ്റെ വചനമാകുന്ന വാള്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശുവിൻ്റെ വചനത്തിന്, കർത്താവിൻ്റെ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാനാണ് നമ്മളുടെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുക, ഞാൻ തന്നെ ആണ് വഴിയെന്ന് യേശു പറയുക, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യോഹന്നാൻ 14:6 ഇത് യോഹന്നാന്റെ സുവിശേഷം തൊട്ട് മുമ്പത്തെ അധ്യായം 14 അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിലാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു പറയുന്നു. വേറെ ഏതെങ്കിലുമൊക്കെ പല മതാചാരങ്ങൾ കൊണ്ടോ പല വിധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. യേശുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ യേശു തന്നെയാണ് തൻ്റെ ജീവനെ കർത്താവ് ഒരു യാഗമായിട്ട്, തൻ്റെ സ്വയജീവനെ ഒരു യാഗമായിട്ട് അർപ്പിച്ച് കർത്താവ് തന്നെ ഒരു വഴിയായിട്ടായി തീർന്ന്, പിതാവിലേക്ക് ഒരു വഴിയായിട്ടായി തീർന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനത്തിൽ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വചനത്തിൽ യേശു മാത്രമാണ് ഏകസത്യ ദൈവം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ സത്യത്തിന് നമ്മളങ്ങ് കീഴടങ്ങും. കർത്താവേ, അവിടുന്ന് മാത്രം യഥാർത്ഥത്തിലുള്ള ദൈവം അവിടുന്ന് മാത്രമാണ് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അവിടെ ആദ്യമായിട്ട് ആ വചനത്തിന് കീഴടങ്ങുമ്പോഴാണ്, ആ യേശുവാകുന്ന വചനത്തിന് കീഴടങ്ങുമ്പോഴാണ് നമ്മളുടെ ജഡമാകുന്ന ഒരു തിരശ്ശീല, ദൈവത്തെ നമ്മളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കേർട്ടൻ മാതിരിയുള്ള ആ സ്വയബലമാണ് ആ ഒരു ദൈവം. നമ്മളിപ്പം നമ്മളിവിടെ നിൽക്കുന്നു, വേറൊരാൾ അവിടെ നിൽക്കുന്നു, ഇവിടെ ഒരു കേർട്ടൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സെപ്പറേഷനായി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മളുടെ സ്വയബലം, സെൽഫ് വിൽ, സ്വന്തം ഇഷ്ടം ആകുന്ന ആ ജഡമാകുന്ന തിരശ്ശീല എന്ന് പറയുന്ന അങ്ങനെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ നമ്മൾ യേശുവിൻ്റെ വചനത്തിന് കീഴടങ്ങുമ്പോൾ നമുക്ക് ദൈവത്തെങ്കിലേക്കുള്ള ഒരു ആക്സസ്, ഈ കേർട്ടനിലൊരു ചെറിയൊരു വിടവ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗസിംഹാസനത്തിലെങ്കിലേക്ക് ഒരു പ്രവേശനം യേശുവിലൂടെ ആയി തീർന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളുടെ സ്വന്തം ഇഷ്ടമല്ല, ഓരോ മേഖലയിലും കർത്താവേ അവിടുത്തെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമുക്ക് ആകുല ചിന്തകളാകുവാനോ, നമ്മൾക്ക് ആകുലപ്പെടാനോ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ പല പാപ സ്വഭാവത്തിലൊക്കെ അങ്ങ് ജീവിക്കാനാണ് നമ്മളുടെ സ്വന്തം ഇഷ്ടം. എന്നാൽ കർത്താവെ അവിടുത്തെ വചനത്തിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, എനിക്ക് ശക്തിയില്ല, അവിടുന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് ഈ വചനമാകുന്ന കത്തിയിൽ ഞാൻ കൂടുതൽ ശുദ്ധനായി തീർന്ന് ശുദ്ധമുള്ളവനായി തീർന്ന് യേശുവിൻ്റെ സന്നിധിയിൽ തന്നെ വസിക്കാനും അങ്ങനെ ഫലം കായ്ക്കുവാൻ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഫലം നമ്മളിൽ
നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കുന്നവരായിട്ട് ആയിത്തീരാനൊക്കെ ഉള്ളത്. കർത്താവ് ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയും എന്നിൽ വസിക്കുവിൻ. ആ ഒരു വചനമാകുന്ന കത്തിയാൽ നമ്മുടെ സ്വയജീവനിലൊരു മുറിവുണ്ടായി, നമ്മുടെ സ്വന്തം ഇഷ്ടം അല്ല, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിച്ച് അങ്ങനെ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവിൽ നമ്മൾ വസിക്കുമ്പോഴാണ് കർത്താവ് നമ്മളിൽ വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴാണ്, കർത്താവിൽ തന്നെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് അങ്ങ് സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജീവരസം ഒരു ഒരു മാവിൽ മാങ്കൊമ്പുണ്ട്. ആ മാങ്കൊമ്പിലേക്ക് ആ മാവിലുള്ള സത്ത ഒഴുകി എത്തുമ്പോഴാണ് അതിനകത്ത് പിന്നെ മാങ്ങകളൊക്കെ കായ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ജീവരസമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവിൽ നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ജീവരസമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറഞ്ഞ് യേശു നമ്മളിൽ ജീവിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളാവട്ടെ, നമ്മളുടെ വികാരങ്ങളും നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളിലും ഒക്കെ കർത്താവ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങാനും, കർത്താവ് അധികമായിട്ട് നമ്മളിലൂടെ ചിന്തിക്കാനും സംസാരിക്കാനും ഇടപെടാനും ഒക്കെ തുടങ്ങുമ്പോൾ നമ്മളിലൂടെ യേശു ജീവിക്കാൻ തുടങ്ങി. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ അഖിലാത്ത 2:20 നമ്മൾ വായിച്ചതുപോലെ. അപ്പം അതാണ് നമ്മൾ പറയുന്നത്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതിൻ്റെ 4-ാമത്തെ വാക്യം യോഹന്നാൻ 15:4, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായിട്ട് കായ്ക്കുവാൻ കഴിയാത്തതുപോലെ ഇതിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നമുക്ക് എന്തോ സ്വന്തമായിട്ട് എന്തൊക്കെയോ കഴിയുന്ന നമ്മളുടെ ഒരു എന്താ പറയുക അഹങ്കാരം. അഹം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളൊരു ഭാവം, എന്നെ കൊണ്ട് എന്തോ പറ്റും. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്, അതിൻ്റെ 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവന് വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു വട്ടപ്പൂജ്യം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കർത്താവിനെ പിരിഞ്ഞ് വിത്തൗട്ട് ഗോഡ് വി ആർ എ സീറോ, വിത്ത് ഗോഡ് വി ആർ എ ഹീറോ. നമുക്ക് കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. 6-ാമത്തെ വാക്യം, ആ ദൈവത്തിൻ്റെ നിത്യന്യായവിധി. നമ്മൾ കർത്താവിലാകാത്തവരും കർത്താവിൽ വസിക്കാതെ ആ വിശ്വാസത്തിൽ നിന്ന് വീണ്ടും പോകുന്നവരും ഒക്കെ നിത്യനാശത്തിലേക്ക്, ദൈവത്തിൻ്റെ ഒരു തീപ്പൊയ്കയിലേക്ക് ഇട്ട് കളയപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നു. അങ്ങനെ അവ ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു വില കുറഞ്ഞ എന്തോ ഒരു കാര്യമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അവരെന്തെങ്കിലും ഒരു വയറ്റിപ്പിഴപ്പിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കഥയല്ല സുവിശേഷം. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, രക്ഷയിലേക്കുള്ള നമ്മുടെ ശക്തിയാണ്. ആ സുവിശേഷത്തെ നമ്മൾ അവഗണിച്ചാൽ, ദൈവത്തിൻ്റെ സുവിശേഷത്തെ അവഗണിച്ചാൽ യേശുവിനെ നമ്മൾ അവഗണിക്കുവാണ്. യേശുവിനെ അവഗണിച്ചെന്ന് പറഞ്ഞാൽ യേശുവിനെ അയച്ച പിതാവിനെ നമ്മൾ അവഗണിക്കുവാണ്. അപ്പോൾ നമ്മൾ നിത്യമായിട്ടുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് അകപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ യേശു തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലാത്തവരെല്ലാം, ദൈവത്താൽ രക്ഷിക്കപ്പെടാത്തവരെല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരം നിത്യമായിട്ടുള്ള നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് വിട്ടൊഴിയാൻ വേണ്ടിയാണ് കർത്താവ് എന്നിലേക്ക് വാ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറയുന്നത്. ആ വെന്തൊരുക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിൻ്റെ ജീവന സമൃദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ അടുത്തേക്ക് വാ, എന്നിലേക്ക് നിങ്ങൾ വാ, എന്നിൽ വന്ന് വസിക്കുകയും നമ്മൾ ആ ദൈവത്തിൻ്റെ വചനമാകുന്ന വാളിന് ഒന്ന് കീഴ്പ്പെട്ട്, കർത്താവ് അവിടുത്തെ വചനം പോലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എൻ്റെ പാരമ്പര്യമോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് പറയുന്നു, എൻ്റെ അപ്പനമ്മമാരെന്ത് പറയുന്നു, എൻ്റെ കുടുംബക്കാരെന്ത് പറയുന്നു, എൻ്റെ ചർച്ചക്കാരെന്ത് പറയുന്നു, എൻ്റെ നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതല്ല. കർത്താവേ അവിടുത്തെ വചനത്തിൽ എന്ത്, നിത്യമായിട്ടുള്ള അവിടുത്തെ വചനത്തിൽ ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഈ വചനത്തിൽ എന്ത് പറയുന്നു, ആ വചനത്തിന് ഞാൻ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞ് യേശുവിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ യേശുവിലേക്ക് വന്ന് വസിക്കാനും അങ്ങനെ യേശുവിനെ നമ്മളിൽ വസിച്ച് യേശുവിൻ്റെ ജീവൻ കൊണ്ട് ഫലം കായ്ക്കുവാനും, കർത്താവിൻ്റെ സ്വഭാവമാണ് കർത്താവിൻ്റെ ആ ഫലം, ആ ജീവിതത്തിൻ്റെ ഫലം, ആ കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ കായ്ക്കുവാനും അത് അനേകർക്ക് ഫലമാകുവാനും സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കർത്താവിലും, അത് 7-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും, യേശു നമ്മളിൽ വസിക്കുന്നതെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം എന്നുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് വചനങ്ങൾ, റേമ എന്ന് പറഞ്ഞൊരു പ്ലൂറലായിട്ടുള്ള ഒരു വേർഡ്, നൗൺ ഫോം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. ഇംഗ്ലീഷിൽ വേർഡ്സ് എബൈഡ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളിലും വസിച്ചാൽ, ദൈവത്തിൻ്റെ വചനം ഏറ്റവും അതിൻ്റെ സർവ്വസമ്പൂർണതയിൽ ആരിലാണ് വസിച്ചേ? യേശുവിലാണ് വസിച്ചേ. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14 വാക്യം നമുക്കറിയാം. യേശുവിലാണ് വചനം സമ്പൂർണ്ണമായിട്ടും 100% ഈ വചനം സാക്ഷാത്കരിക്കപ്പെട്ട് യേശുവിൽ ഈ വചനം അങ്ങ് വസിക്കുമായിരുന്നു. ഇപ്പം നാരായണമ്പർ ഈ വീട്ടിൽ വസിക്കുമ്പം വരുന്നവർക്കെല്ലാം നാരായണമ്പറിനെ കാണാം എന്ന് പറഞ്ഞതുപോലെ
യേശുവിൻ്റെ ആ ഭൗതിക ശരീരത്തിൽ വചനമാണ് വസിച്ചത്. ദൈവത്തിൻ്റെ വചനം വന്ന് ഒരു മാംസമായിട്ട് ഒരു ശരീരമായിട്ട് തീർന്നു. അപ്പോൾ യേശുവിനെ വന്ന് കാണുന്നവർക്കെല്ലാം പിതാവിൻ്റെ ആ വചനം, പിതാവിൻ്റെ ഹൃദയത്തിൽ നമ്മളോട് മനുഷ്യരാശിയോട് പറയാനുള്ള ആ വചനം അതെന്താണോ അത് യേശുവിൽ അത് ഫുൾഫിൽഡ് ആയിരുന്നു. യേശുവിലാണ് ആ വചനം അതിൻ്റെ സകല സമ്പൂർണ്ണതയോടെ വസിച്ചത്. എന്നാൽ നമ്മളിൽ ആ വചനം വസിക്കാൻ ആരംഭിച്ചത് എപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ വചനത്തിൻ്റെ ഒരു കെടാത്ത ബീജമാകുന്ന വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ 1 പത്രോസ് 1:23 വായിക്കുന്നു. അപ്പം ആ വചനം വസിക്കാൻ ആരംഭിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ. എന്നാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആ വചനത്തിന് കീഴ്പ്പെട്ട് കർത്താവ് എൻ്റെ ഇഷ്ടം പോലല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, ഓരോ സമയവും ഓരോ ദിവസവും നമ്മൾ ആ വചനത്തെ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ ആ വചനം നമ്മളിൽ വസിക്കുക. ഇപ്പം കോപിക്കണം അല്ലെങ്കിൽ ആകുലപ്പെടണം, അപ്പം നമ്മളോട് എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുന്ന രീതിയിൽ പെരുമാറി അപ്പം നമുക്കങ്ങ് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമുക്കങ്ങ് ദേഷ്യപ്പെടണം, അവരെന്താ അങ്ങനെ, അവരെന്താ ഇങ്ങനെ. അപ്പം അവിടെ ആ സമയത്ത് കർത്താവേ അവിടുത്തെ വചനം എന്താ പറയുന്നേ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രാണന് ആശ്വാസം കണ്ടെത്തുമെന്ന മത്തായി 11:29 പറയുന്നത്. അപ്പോൾ ആ കർത്താവ് നമ്മൾ യേശു ആ സൗമ്യതയോടെ താഴ്മയോടായിരുന്നതുപോലെ കർത്താവെ ആ വചനത്തിന് കർത്താവെ ഞാൻ കീഴടങ്ങുന്നു. ഇവിടെ ഇന്ന് എൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മായിയപ്പൻ അല്ലെങ്കിൽ നാത്തൂന്, എൻ്റെ അളിയന് അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്തുകാർ, എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്നോട് വല്ലാതെ പ്രയാസപ്പെടുന്ന രീതിയിൽ എന്നോട് പെരുമാറുന്നു, എനിക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ജോലി സ്ഥലത്തുള്ള ചില ആൾക്കാർ എന്നോട് പെരുമാറുന്നു, എനിക്ക് പാര വെക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പരദൂഷണം പറയുന്നു, അല്ലെങ്കിൽ അവർ വല്ലാത്ത രീതിയിൽ എനിക്കെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു, കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു. അപ്പം കർത്താവെ യേശുവിൻ്റെ വചനം കർത്താവെ അവിടുന്ന് സൗമ്യതയും താഴ്മയുള്ളവനായതുപോലെ അങ്ങിൽ നിന്ന് എനിക്ക് പഠിക്കണം, ആ വചനത്തിന് ഞാൻ കീഴടങ്ങുന്നു. അങ്ങനെ യേശുവിൻ്റെ വചനത്തിന് ഞാൻ ഇവിടെ കീഴടങ്ങുമ്പോൾ കർത്താവിൻ്റെ രക്തം എന്നെ കഴുകുകയും യേശുവിൻ്റെ ആ വചനത്തിലെ ആ ജീവനും ആത്മാവും എന്നിലും ഒന്ന് നിറഞ്ഞ് ഞാനും കർത്താവിനെ പോലെ അങ്ങ് പൂർണ്ണമായിട്ട് സൗമ്യതയും താഴ്മ എനിക്ക് വന്നില്ല, അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഞാൻ അതുവരെ ഉള്ളതിൽ നിന്ന് കർത്താവിൻ്റെ ജീവനിൽ കുറച്ചൊന്ന് വളരാൻ, കുറച്ചുകൂടി ഒരു സൗമ്യത, കുറച്ചുകൂടി ഒരു താഴ്മ. അപ്പം നമ്മൾ കാണുന്നവർ പറയും, ഇപ്പം ആ പഴയ മൂശേട്ടയുള്ള സഹോദരനല്ലല്ലോ ജോസൂട്ടി പറഞ്ഞതുപോലെ, മൂശേട്ടയൊക്കെ മാറിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പം ആ കുറച്ചുകൂടി ഒരു താഴ്മ, കുറച്ചുകൂടി ഒരു സൗമ്യത. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസവും ആ വചനങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിന്. പിന്നെ ഞാൻ പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിന്. ഫിലിപ്പർ 4:4 ദൈവത്തിൻ്റെ ഒരു വചനമാണ്. ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്. ഫിലിപ്പർ 4:6 വാക്യം. അപ്പം ആകുലപ്പെടാനും ടെൻഷൻ അടിക്കാനും ഒക്കെ ഉള്ള ചില അവസരങ്ങളൊക്കെ വരും. ഇവിടെ കർത്താവെ അവിടുന്ന് അറിഞ്ഞു, അവിടുന്ന് അനുവദിച്ചു, കർത്താവെ അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും, എല്ലാം അവിടുത്തെ കൺട്രോളില്ല, കർത്താവെ ഞാൻ എൻ്റെ ഇന്നത്തിനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വന്ന് നിറച്ച് കർത്താവിന് വലിയൊരു സ്വസ്ഥതയും സമാധാനവും. അപ്പം അവിടെ ആ സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമെന്ന് ഫിലിപ്പർ 4:7 പറയുന്ന വാക്യം എന്നിൽ വസിക്കുക. അവിടെ ഇതിൻ്റെ ആ വചനം അവിടെ ഫുൾഫിൽഡ് ആവുകയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ടെന്ന് സങ്കീർത്തനം 16:11 വാക്യം. അങ്ങനെ ഓരോ വചനങ്ങൾ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സന്തോഷം വന്ന് നിറയുമ്പോൾ എന്നിൽ ആ വചനം വസിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ യേശുവിൽ വചനം സമ്പൂർണ്ണമായിട്ടും വസിച്ചു, എന്നിലും ആ വചനം അതുപോലെ വസിക്കണം, അതുപോലെ വർദ്ധമാനമായിട്ടും. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മളങ്ങ് എല്ലാ വചനവും നമ്മളിൽ ആ ഒരു ക്വാണ്ടിറ്റിയിലൂടെ ഒരിക്കലും നമ്മൾ എത്തുന്നില്ല. എന്നാൽ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ തുടങ്ങുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ക്വാളിറ്റി, ആ കെടാത്ത ബീജമാകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ ക്വാളിറ്റിയാണ് നമുക്കുള്ളത്. 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നമ്മളുടെ സ്വന്തം എഫർട്ടിലോ ഒന്നും അല്ല. കർത്താവാണ് നമ്മൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ വചനമാകുന്ന കെടാത്ത ബീജമാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ആ പിതാവിൻ്റെ സ്വഭാവത്തിലേക്കാണ് ഞാൻ വളരണ്ടേ. ഇപ്പോൾ ഒരു അപ്പന് കുഞ്ഞുണ്ടായി, കുഞ്ഞ് അപ്പനെ പോലെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മൂക്ക് അപ്പനെ പോലെ ഇരിക്കുന്നത്, ചെവി അപ്പനെ പോലെ മമ്മയെ പോലെ ഇരിക്കുന്നത് എല്ലാവരും പറയുമെങ്കിലും കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴാണ് ഇത് അച്ഛൻ്റെ മോൻ തന്നെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവത്തിലേക്ക് വളർന്നു വരാനായിട്ട് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ അവസരങ്ങളിലും നമുക്ക് ചിലപ്പം ചിലരോട് ക്ഷമിക്കാതിരിക്കാനായിരിക്കും, ചിലപ്പോൾ നമുക്കങ്ങ് ചിലരെ വിധിച്ച് തള്ളാനോ എനിക്ക് അവരോട് അവരെന്താ അങ്ങനെ ചിലരെ ഒന്ന് ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യാനൊന്ന് വിധിക്കാനൊക്കെ ആയിരിക്കും നമ്മളുടെ മനോഭാവം. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ ഒരു സ്വാർത്ഥരായിട്ട് നമ്മൾ മനുഷ്യമാനം തേടുന്നു, അവരെന്ത് പറയും, മനുഷ്യൻ്റെ അഭിപ്രായത്തിനായിട്ട് പോകാനായിരിക്കും നമ്മളുടെ സ്വന്തം ഇഷ്ടം. പക്ഷേ അവിടെ എല്ലാം കർത്താവ് എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഓരോ മേഖലയിലും കർത്താവ് കാണിച്ചു തരുന്ന വെളിച്ചത്തിന് തത്തവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ വചനത്തിനായിട്ട് ഞാൻ അങ്ങ് കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ
അവിടെ കർത്താവിൻ്റെ വചനം എന്നിൽ വന്ന് വസിക്കുക. അപ്പം അങ്ങനെ ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എന്നിൽ അധികമായിട്ട് വസിക്കാൻ തുടങ്ങും. കർത്താവിൻ്റെ വചനം എന്നിൽ വസിച്ചതിൻ്റെ ഗുണം എന്താ? നമ്മൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ, അതാ യോഹന്നാൻ ഭയങ്കര ഒരു ഗ്യാരണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്, ഭയങ്കര ലോട്ടറിയാണ്. എന്താ? യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചു അത് നിങ്ങൾക്ക് കിട്ടും. കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരമായിരിക്കും അപേക്ഷിക്കുന്നത്. നമ്മൾ ആ വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നൊക്കെ നമ്മൾ 1 യോഹന്നാൻ 5 അധ്യായത്തിലൊക്കെ കണ്ടു. പിന്നെ 3 അധ്യായത്തിൽ നമ്മൾ കണ്ടു. 1 യോഹന്നാൻ 3 നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നത് കൊണ്ട് എന്ത് അപേക്ഷിച്ചാലും കിട്ടും. നമ്മൾ സ്വന്തം ഭോഗങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടങ്ങളിൽ വല്ലാതെ യാചിക്കുന്നതുകൊണ്ടാണ് കിട്ടാത്തതെന്നൊക്കെ യാക്കോബ് 4:3-4 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും കിട്ടാത്തതെന്ന് അവിടെ നമ്മൾ വായിച്ചു. ചോദിക്കുമെന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് മത്തായി 7 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിലൊക്കെയും ലൂക്കോസ് 11:9-10 വാക്യങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കണം, വിശ്വാസത്തോട് ചോദിക്കണം, കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കണം, പിതാവിനോട് ചോദിക്കണം എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 16 അധ്യായത്തിലൊക്കെ കഴിഞ്ഞ ആഴ്ച വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ യോഹന്നാൻ 14 അധ്യായത്തിൽ നമ്മളെന്താ കണ്ടേ? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് പിതാവിന് നാമം മോഹത്തപ്പെടേണ്ടതിനായിട്ട് കർത്താവ് അതൊക്കെയും ചെയ്തു തരും എന്നൊക്കെ യോഹന്നാൻ 14:14 നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു നമ്മൾ ചോദിക്കാനായിട്ട് നമ്മളുടെ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പനോടും അമ്മയോടും ചോദിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സ്വർഗസ്ഥനായ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ സൗകര്യത്തെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ പിതാവായി തീർന്നിരിക്കുന്നു. അപ്പനാ അച്ഛനാ. അപ്പോൾ നമുക്ക് പപ്പ, ഡാഡി, എനിക്ക് ഈ ഒരു ആവശ്യമുണ്ട്. നമുക്ക് ചിലപ്പോൾ വേറെ ആരോടും പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കി ചിരിക്കുമായിരിക്കും. അങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ, ചിലപ്പോൾ മഴയിൽ നിന്ന് നിൽക്കണമെന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുട്ടുവേദന ഒന്ന് മാറാനായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ തലവേദന ഒന്ന് മാറാനായിരിക്കും, ചിലപ്പോൾ കർത്താവ് എനിക്ക് നല്ല ഉറക്കമൊന്ന് കിട്ടണേ, ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും. നമ്മൾ ആ സമയത്ത് വിളിച്ച് വേറെ ആരോട് നമുക്ക് പറയാനൊക്കത്തില്ല. എന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിലെ പിതാവിനോട് പറയാം, പിതാവേ എനിക്കിതാ ആവശ്യം. അങ്ങനെ നമ്മൾ കർത്താവിൽ അങ്ങ് വസിക്കുന്നു, നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആദ്യ വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നു യാഗമായിട്ട്. അപ്പോൾ കർത്താവ് നമ്മളിൽ വസിക്കുന്നു പറയുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നു. കർത്താവിൻ്റെ വചനം അധികമായിട്ട് നമ്മളിൽ വസിക്കുന്നതനുസരിച്ച് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് കർത്താവിൻ്റെ ഇഷ്ടമായിരിക്കും നമ്മളുടെ ഇഷ്ടം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിന് ആഗ്രഹങ്ങളെ അവൻ നിവർത്തിച്ചു തരുമെന്ന് സങ്കീർത്തനം 37:4 നമ്മൾ വായിക്കുന്നുണ്ട്. ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഫുൾഫിൽ ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. കർത്താവിൽ അങ്ങ് ഡിലൈറ്റ് ചെയ്യുന്നു, രസിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ ആഗ്രഹം കർത്താവിൻ്റെ ആഗ്രഹമായിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് അത് നിവർത്തിച്ചു കൊള്ളും. ആ ഒരു കാര്യം 7-ാമത്തെ വാക്യത്തിൽ. പിന്നെ 8-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. കർത്താവ് പറഞ്ഞു അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാണ് 2-ാമത്തെ വാക്യത്തിൽ ചെത്തി വെടിപ്പാക്കുന്നതെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ പറയാൻ നിങ്ങൾ എന്നെ തന്നെ അങ്ങ് വസിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെത്തി വെടിപ്പാക്കി അധികം ഫലം അങ്ങനെ വളരെ ഫലം കായ്ക്കും. അങ്ങനെ വളരെ ഫലം കായ്ക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കഷ്ടിച്ച് എവിടെയെങ്കിലും ഒരു ചില മാവ്, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ചില മാവൊക്കെ നോക്കിയാൽ മാങ്ങ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഒരു മാങ്ങയുണ്ട്. ചില മാവ് എന്ന് പറഞ്ഞാൽ കൊലകൊലയായിട്ട് ഓരോ ബ്രാഞ്ചസ് ഇങ്ങനെ കൊലകൊലയായിട്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കുന്നതിനാൽ പിതാവിനെ നാമം മോഹത്തപ്പെടുമെന്ന് വെച്ചാൽ മോഹത്തപ്പെടും, ആ ഒരു അളവിലേ ഉള്ളൂ. എന്നാൽ വളരെ ഫലം കായ്ക്കുന്നതിനാൽ, അതാ 8-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവിൻ്റെ നാമം മോഹത്തപ്പെടുന്നു. അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ നാരായണപുരൻ്റെ പുരയിടത്തിൽ മാങ്ങ മൊത്തം മാവ് മൊത്തം കാഴ്ച നിൽക്കുന്നു. ഇവിടുത്തെ ഉടമസ്ഥൻ ആരോ, ഇദ്ദേഹമായിരുന്നു, ഇദ്ദേഹത്തിന്, അപ്പം ഇദ്ദേഹം ആള് കൊള്ളാമല്ലോ എന്ന് പറയുന്നത് പോലെ പിതാവാണ് ഇവിടെ തോട്ടക്കാരൻ. പിതാവിൻ്റെ മുന്തിരിവള്ളിയാകുന്ന യേശുവില് നമ്മൾ കൊമ്പുകളാകുന്ന നമ്മളിൽ അധികം ഫലം കായ്ക്കുമ്പോൾ ആർക്കാ ക്രെഡിറ്റ്? ഇതേ തോട്ടക്കാരനാകുന്ന പിതാവ് ആള് കൊള്ളാമല്ലോ, വളരെ ഫലം കായ്ച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സ്വർഗീയമായിട്ടുള്ളൊരു സന്തോഷം. ദൈവത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം, സന്തോഷം, സമാധാനത്തിലാണ് തുടങ്ങുന്നത്. ലവ്, ജോയ്, പീസ്. അതാണ് നമ്മൾ ഗലാത്യർ 5:22-23 ബാക്കിയെല്ലാം പിന്നെ വരുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള കാര്യം. ലവ്, ജോയ്, പീസ്, സ്നേഹം, സന്തോഷം. നമ്മുടെ ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം കാണുമ്പോൾ ഇവരാരും കൊള്ളാം, ഇവർ മറ്റുള്ളവരെ പോലൊന്നും അല്ല, ഇവർ എന്ന് പറഞ്ഞാലും അവർ പിന്നെയും ചിരിച്ചുകൊണ്ട് വരും. അവരെല്ലാവരോടും ക്ഷമിക്കുന്ന ആൾക്കാരാ, ഇവരാരോടും വഴക്കിന് പോകുന്ന ആൾക്കാരല്ല. പിന്നെ ഇപ്പം നോക്കിയാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവർ എന്തൊക്കെ
വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒട്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖത്തൊരു മ്ലാനതയില്ല. അപ്പോഴും അവര് അത് എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും കൊണ്ടുപോയായിരിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ദൈവം അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകട്ടെ. എപ്പോഴായാലും സന്തോഷമാണ്. പിന്നെ സമാധാനം. ആരെങ്കിലും വല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ആപദനർത്ഥങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു, പല പ്രയാസങ്ങളൊക്കെ വരുന്നു, അവിടെ ഒരു സമാധാനമുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഫലം കായ്ക്കുമ്പോൾ ഒത്തിരി സന്തോഷവും സമാധാനവും, ഒരുപാട് മാങ്ങ കായ്ക്കുന്നു, ഒരുപാട് ചക്ക ഉണ്ടാകുന്നു, ഒരുപാട് പിന്നെ എന്തൊക്കെയാണ് വേറെ കശുവണ്ടിയും, പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഈ സഹോദരങ്ങളുടെ വീടൊക്കെ ഇതുപോലെ കാനാൻ ദേശം എത്തന്തോട്ടം പോലെ എന്നാണ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒത്തിരി ചീനി ഉണ്ടാകുന്നു, ഒത്തിരി പച്ചച്ചീര പിടിക്കുന്നു, ഒത്തിരി വിളവൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആപ്പാടെ യജമാനെ ഭയങ്കര ക്രെഡിറ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഫലങ്ങളൊക്കെ കൈക്കൊള്ളുമ്പോഴത്തേക്കും ഇവരുടെ സ്വർഗത്തിൽ ഇവർക്കൊരു പിതാവുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ആ ദൈവം, സർവശക്തനായ ദൈവം തന്നെ. നമുക്ക് ഇതേ കാര്യം തന്നെ കർത്താവ് മത്തായി 5-ാം അധ്യായത്തിൽ പറയുന്നേ. നിങ്ങളുടെ ഈ വെളിച്ചം കാണുമ്പോൾ, നിങ്ങളുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവനെ നമ്മുടെ വിളിച്ചത്. നമ്മൾ മത്തായി 5-ാം അധ്യായത്തിലേക്ക്, ആ വാക്യത്തിലേക്ക്, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ ഈ പിതാവിൻ്റെ നാമം മോഹത്തപ്പെടുന്ന കാര്യം കർത്താവ് പറയുന്നത്. നമ്മളുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ ജീവനാണ് വെളിച്ചം എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചം അതാ നമ്മൾ മത്തായി 5-ന്റെ-16 പോകുമ്പോൾ ഗിരിപ്രഭാഷണം, കർത്താവിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് റെക്കോർഡഡ് സെർമൺ ഓഫ് ജീസസ്, കർത്താവിൻ്റെ ഏറ്റവും നീളം കൂടിയ ദൈർഘ്യമേറിയ പ്രസംഗം ബൈബിളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന മത്തായി 5, 6, 7 അധ്യായങ്ങളിലെ മലയിൽ പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട് എന്നറിയപ്പെടുന്ന വലിയ വലിയ ലോകത്തിൻ്റെ വലിയ വലിയ ആൾക്കാർ, മഹാത്മാഗാന്ധിയൊക്കെ ഈ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് തൻ്റെ പ്രിൻസിപ്പിൾസ്, അഹിംസയും അതുപോലെയുള്ള പല പ്രിൻസിപ്പിൾസും ഒക്കെ ഉരുത്തിരിഞ്ഞെടുത്തതെന്നൊക്കെ മഹാത്മാഗാന്ധി തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്നുള്ള അതിലൊക്കെ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. അപ്പം ഈ ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം, നിങ്ങളിലുള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ ജീവനാണ് നമ്മളുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ. ആ നമ്മളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ, ആ യേശുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ആ കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും, അത് നമ്മളുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നു. നമ്മുടെ നമ്മളുടെ സംസാരത്തിലൂടെ, നമ്മുടെ ഇടപെടലിലൂടെ, നമ്മുടെ സഹായം, നമ്മളുടെ ഹെൽപ്പിലൂടെ, നമ്മളുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ ആ നല്ല പ്രവൃത്തികളെയൊക്കെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹത്വപ്പെടും. അതാ ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ മെൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ മേ സീ യുവർ ഗുഡ് വർക്ക്സ് ആൻഡ് ഗ്ലോറിഫൈ യുവർ ഫാദർ ഹു ഈസ് ഇൻ ഹെവൻ. യേശു തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാം പറയുന്നത് എൻ്റെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടണം. ഈവൻ കർത്താവ് കുറച്ചുകൂടെ കഴിയുമ്പോൾ യോഹന്നാൻ 17-ാം അധ്യായത്തിന് പ്രാർത്ഥിക്കുമ്പോൾ പിതാവെ ഗ്ലോറിഫൈ യുവർ നെയിം. കർത്താവിന് സ്വന്തം നാമം, താനൊരു മനുഷ്യനായിട്ട് വന്നിരിക്കും, അതുകൊണ്ട് കർത്താവെ എന്നെ അങ്ങ് മഹത്വപ്പെടുന്ന കാര്യമല്ല, മറിച്ച് കർത്താവെ പിതാവിനെ മഹത്വപ്പെടുത്തണം. പിതാവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനായിട്ട് നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. നിങ്ങളുടെ വെളിച്ചം സൽപ്രവർത്തികളിലൂടെ അത് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തിട്ട്, അതാണ് നമ്മൾ വായിക്കുന്നത് 8-ാമത്തെ വാക്യത്തിൽ. തിരിച്ച് നമ്മൾ യോഹന്നാൻ 15-ലേക്ക് വരുമ്പം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഇംഗ്ലീഷ് പരിഭാഷയിലെ NASBയിലെ ട്രാൻസ്ലേഷൻ അത്ര കറക്റ്റ് അല്ല. അവിടെ പലയിടത്തും എന്താ പറയുന്നത്, മലയാളത്തിൽ ചില പോരായ്മകൾ വരുന്നത്. എന്നാൽ ഇവിടെ NASBയിൽ and so prove to be my disciples. പക്ഷേ and so you will be my disciples, ഗ്നോമായി എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. KJVയിലും NKJVയിലൊക്കെ കറക്റ്റായിട്ട് so you will be my disciples. അപ്പം നമ്മൾ എപ്പോഴാണ് ശിഷ്യന്മാരാകുന്നത്? നമ്മൾ കർത്താവിൻ്റെ കൊമ്പായി തീർന്നപ്പോഴത്തേക്കും നമ്മൾ വിശ്വാസികളായി വീണ്ടും ജനിച്ചു. എന്നാൽ ശിഷ്യന്മാരായി തീരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ വളരെ ഫലം കായ്ക്കുമ്പോഴാണ്. കർത്താവ് ശിഷ്യത്വത്തിൻ്റെ ക്രൈറ്റീരിയനായിട്ട്, അതിൻ്റെ ഉപാധികളായിട്ട്, അതിൻ്റെ ക്രൈറ്റീരിയൻ എന്നുള്ളതിന് മലയാളത്തിൽ വേറെ എന്തെങ്കിലും വാക്കുണ്ടോ? ഉപാധികൾ അല്ലേ? അതിൻ്റെ കണ്ടീഷൻസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, കണ്ടീഷൻസ്. അതായത് അപ്പോൾ ആ ശിഷ്യത്വത്തിൻ്റെ ഉപാധികളായിട്ട് കർത്താവ് ഒരു 3 കാര്യങ്ങളൊക്കെ യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ ലൂക്കോസ് 14-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ എല്ലാത്തിനേക്കാട്ടിലും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്നൊരു കാര്യവും പറയുന്നത്. അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെ തന്നെയും വെറുത്ത് നിങ്ങൾ എന്നെ അനുഗമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ സാധിക്കത്തില്ല, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കത്തില്ലെന്ന് അവിടെ ലൂക്കോസ് 14-ന്റെ 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് ആ ശിഷ്യൻ എന്നുള്ള വാക്ക് അത് ഞാനത് നോക്കുമായിരുന്നു. മാത്തറ്റേസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാണ്. മാത്തറ്റേസ് എതിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ
മാന്താനോ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത്. മാന്താനോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മളത് വെളിപ്പാട് പുസ്തകം 14:3 144,000 പേർക്ക് അത് പഠിക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ പഠിക്കുക എന്നുള്ള വാക്കാ മാന്താനോ. അപ്പം ശിഷ്യൻ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ, ലേണർ ആൻഡ് എ ഫോളോവർ. യേശുവിൽ നിന്ന് പഠിച്ച് അതനുസരിക്കുന്നവൻ ആ ശിഷ്യൻ. കർത്താവ് അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ കർത്താവിൽ നിന്ന് പഠിച്ച് എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നെ അനുഗമിക്കുവിൻ എന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വചനത്തിലുടനീളം പറയാം. ലേൺ ഫ്രം മീ ആൻഡ് ഫോളോ മീ. എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നെ അനുഗമിക്കുവിൻ. എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നെ അനുഗമിക്കുവിൻ. അങ്ങനെ കർത്താവിൽ നിന്ന് പഠിച്ച് അനുഗമിക്കുന്നവനാ ശിഷ്യൻ, ലേണർ ആൻഡ് എ ഫോളോവർ. അങ്ങനെ യേശുവിനെ പഠിച്ച് അനുഗമിക്കുന്നവെന്ന് പറഞ്ഞാൽ അവൻ വളരെ ഫലം കായ്ക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലൊരു ശിഷ്യനായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു പ്രൂണിങ് നൈഫാവുന്ന ആ വചനത്തിന് നമ്മൾ കീഴ്പ്പെട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ അധികം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്കുള്ള വെളിച്ചത്തിനൊത്തവണ്ണം നമ്മൾ ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം, ഈവൻ ശുശ്രൂഷയുടെ ഫലം, മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായിട്ട് അനേകർക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് അനേകരെ ആനയിക്കുമ്പോഴും അനേകരെ ഉത്സാഹപ്പെടുത്തുമ്പോഴും സ്ഥിരപ്പെടുത്തുമ്പോഴും ഒക്കെ അങ്ങനെ അധികം ഫലം കായ്ക്കുമ്പോൾ, അങ്ങനെ വളരെ ഫലം കായ്ക്കുമ്പോൾ അങ്ങനെ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകുന്നത് എന്നുള്ള. ആൻഡ് സോ യുൽ ബി മൈ ഡിസൈപ്പിൾസ്. അവിടെ ലൂക്കോസ് 14 അധ്യായത്തിലെ ആ ക്രൈറ്റീരിയൻ പെട്ടെന്നൊന്ന് നോക്കുവാണെങ്കിൽ ഡിസൈപ്പിൾസ് എന്നുള്ള ആ ഒരു വാക്ക് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രംഗം നമ്മുടെ ചർച്ചസിൽ, CFC ചർച്ചസിൽ എസ്പെഷ്യലി ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഒരു സഭകളിലൊന്നാം നമ്മളുടെ കൂട്ടായ്മ. നമുക്കറിയാം നമ്മൾ വെറുതെ വിശ്വാസിയായി തീർന്നു, ഇനി അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ളൊരു മിനിമം അജണ്ടയിൽ നിൽക്കാനല്ല, മറിച്ച് കർത്താവിൻ്റെ തലയോളം വളരുന്ന ശിഷ്യന്മാരായിരിക്കണം, വളരെ ഫലം കായ്ക്കുന്ന ശിഷ്യന്മാരാകണം എന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ കൂട്ടങ്ങളിൽ നമ്മൾ പറയാറുള്ളത്. ലൂക്കോസ് 14 അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ വലിയൊരു പുരുഷാര കർത്താവിൻ്റെ പിന്നാലെ വരുമ്പോൾ കർത്താവ് അവരോട് പറയുക, നിങ്ങൾ ഒത്തിരി പേരൊക്കെ എന്നെ പിന്തുടരുന്നുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ അടുക്കൽ വരികയും, ലൂക്കോസ് 14:26 എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടിയും പകയ്ക്കാതിരിക്കുകയും. കർത്താവ് എല്ലാവരോടും സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുക, ഇപ്പം പറയാം പകയ്ക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് ആരെങ്കിലും കയറി വരുന്നു, നമ്മുടെ അപ്പനോ അമ്മയോ പറയുക, അയ്യോ മോനെ നമുക്ക് പാരമ്പര്യമുണ്ട്, നീ ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കല്ലേ. ഞാൻ ഇതുപോലെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ അപ്പനമ്മമാരൊക്കെ പറഞ്ഞു, ഇപ്പം ഈ അമ്മ തന്നെ ഇപ്പം അപ്പനും അമ്മയും ഇപ്പം ഇത് കേൾക്കാനായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇരിപ്പുണ്ട് അവർ. എന്നാൽ ഞാൻ അന്നൊരു നിലപാട് എടുത്തുകൊണ്ട് ഇന്ന് അവർ കേൾക്കാനായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് അവർ പറഞ്ഞു അവർക്ക് അറിയത്തില്ല ഇതാ യഥാർത്ഥത്തിലുള്ള ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ വേറെ ആൾക്കാരൊക്കെ അറിയും, നീ ഇങ്ങനൊന്നും പോവല്ലേ, നീ നമ്മുടെ പാരമ്പര്യത്തിന് കളങ്കം ഉണ്ടാക്കരുത്, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കരുത്. അപ്പം ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവരോട് എന്താ പറഞ്ഞേ, ഇതാ സത്യമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഈ കർത്താവിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല, എനിക്ക് ഈ യേശുവിനെ മതി എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ വർഷങ്ങളുടെ നീക്കത്തിൽ അവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത്, അപ്പനെ അമ്മയും പകയ്ക്കുന്നൊരു കാര്യം. നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, കർത്താവിനെയും കടന്നുള്ള ഒരു സ്വാഭാവികമായൊരു പറ്റിച്ചേരലുണ്ട് നമ്മുടെ രക്തബന്ധത്തോടും നമ്മുടെ സുഹൃത്തുക്കളോടും രക്തബന്ധത്തോടും ഒക്കെ, അപ്പനെയും അമ്മയും ഭാര്യയോടും മക്കളോടും സഹോദരന്മാരോടും സഹോദരികളോടും സ്വന്തം ജീവൻ, നമ്മുടെ തന്നെ സ്വന്തം ഇഷ്ടം. എന്നാൽ അതൊക്കെ കളഞ്ഞാലേ അതെല്ലാം ഇങ്ങനെ ഈ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട്. അവിടെ എല്ലാം ഈ ചെത്തി വെടിപ്പാക്കുന്ന കത്തി വരും. അപ്പോൾ അവിടെ എല്ലാം കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ സ്വന്തം ജീവൻ തന്നെ, നമ്മുടെ സ്വന്തം ഇഷ്ടം തന്നെയൊക്കെ നിൽക്കുമ്പോൾ കർത്താവെ അവരുടെ ഇഷ്ടം പോലെ എൻ്റെ ഇഷ്ടം പോലെ അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ. അവിടുന്ന് ഈ ചെത്തി വെടിപ്പാക്കുന്ന കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്യുമ്പോൾ ആ അറ്റാച്ച്മെൻ്റ് അങ്ങ് പോകും. മറിച്ച് നമ്മൾ കർത്താവിനോട് അറ്റാച്ച്ഡ് ആകും, നമ്മൾ കർത്താവിന് ശിഷ്യന്മാരാകും. അപ്പോഴാ കത്തി വന്ന് വീഴുമ്പോഴാണ് നമ്മൾ കർത്താവിൽ അധികം ഫലം കായ്ക്കുന്നത്, നമ്മൾ ശിഷ്യന്മാരായി തീരും എന്നുള്ള കാര്യം നമ്മളിപ്പം വായിച്ച് യോഹന്നാൻ 15:8 നമ്മൾ വായിച്ച്. പിന്നെ കർത്താവ് തൊട്ടടുത്ത് അതിൻ്റെ താഴെ പറയുക, ലൂക്കോസ് 14:26 നമ്മൾ കണ്ടു. 27 എന്താ വായിക്കുന്നേ, തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ല. ക്രൂസ് എടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ന് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഹീനമായിട്ടുള്ള വധശിക്ഷയാണ് ഈ ക്രൂശ് മരണം എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ വധശിക്ഷ എന്ന് പറയുന്നത് അന്നത്തെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ശിക്ഷ, ക്രൂശ് മരണം. അപ്പോൾ ഒരാൾ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ആ ക്രൂശ് എടുത്തിട്ട് ആ ക്രൂശിലാണ് അവരെ ക്രൂശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മരിക്കുക. മരിച്ചില്ലെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ, എന്ത് മരിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് നമ്മുടേതായിട്ടുള്ളൊരു സ്വന്തം ദൈവത്തിന് ഇഷ്ടത്തിന് തടസ്സമായിട്ട് നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്. ആ സ്വന്തം ജീവൻ എന്ന് കർത്താവ് തൊട്ട് 30-ാം വാക്യത്തിലും പറയുന്നത്, ആ സ്വന്തം ജീവൻ, സ്വന്തം ഇഷ്ടം,
അത് മരിക്കണം, അത് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം ഓരോ ദിവസവും. കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടമല്ല, എൻ്റെ സഹോദരങ്ങളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും അയൽവക്കത്തുകാരുടെയും നാത്തൂൻ്റെയും അളിയൻ്റെയും കുഞ്ഞമ്മയുടെയും വല്യമ്മയുടെയും അല്ലെങ്കിൽ ചെറിയമ്മയുടെയും പിന്നെന്താ അമ്മായിയമ്മയുടെയും വേറെ ആരുടെയും ഇഷ്ടമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു വചനത്തിൻ്റെ വാളാകുന്നൊരു ക്രൂശുണ്ട്. ഞാൻ സമാധാനം കൊണ്ടുവരാൻ നല്ലൊരു വാള് കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് കർത്താവ് മത്തായി 10-ാം അധ്യായത്തിൽ പറയുന്നത്. ആ വചനമാകുന്ന വാള് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ പതിക്കുമ്പോൾ അവിടെ ഒരു ക്രൂശ് ഉണ്ടാകുന്നു. ആ ക്രൂശ് എടുത്ത് അനുഗമിക്കാതെ ഒരുത്തിനും ഒരു ശിക്ഷനായിരിക്കാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിന് 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്ന ഉപമകളൊക്കെ പിന്നെ നമുക്ക് പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് 33-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് 14-ന്റെ 33 അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ നമ്മുടെ വസ്തുവകൾ, നമ്മുടെ റിലേഷൻഷിപ്സ് കുറിച്ചാണ് നമ്മൾ എന്താ പറയുന്നത് 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടേ റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ. അവിടെ ആ ബന്ധങ്ങൾ, ഏതെങ്കിലും ബന്ധങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്ന തടസ്സമായിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ ഈ ചെത്തിവെടുപ്പാകുന്ന കത്തി ഒന്ന് വീഴണം. പിന്നെ നമ്മുടെ പൊസഷൻസ്, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ കാറ്, അതിനൊരു സ്ക്രാച്ച് വീഴാൻ പാടില്ല, അതിന് അഴുക്ക് പറ്റും, എല്ലാവരും കൂടെ ഞാൻ കാറ് കയറ്റിയ ഈ കാറിൽ അവിടെയൊക്കെ പോറൽ വീഴും, കാറിൽ അഴുക്ക് വരും, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ നമ്മളുടേതായ ചില വസ്തുവകകൾ, എൻ്റെ വീട്, എൻ്റെ വസ്തുവകകൾ, എൻ്റെ ബംഗ്ലാവ്, എൻ്റെ പുരയിടം, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും വസ്തുവകകൾ കർത്താവെ എല്ലാം ചപ്പും കുപ്പയാണ് അവിടത്തേക്ക് വേണ്ടി ഉള്ളതാണ് കർത്താവെ. അവിടുത്തെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചാട്ടെ കർത്താവെ. അതിനിപ്പോൾ എന്ത് വന്നാലും കർത്താവെ അവിടുന്ന് അറിയാതെ അനുവദിക്കാനൊന്നും സംഭവിക്കുന്നില്ല. എനിക്കുള്ളതൊക്കെ അവിടത്തേക്കുള്ളതാണ്. അതാ യഥാർത്ഥത്തിലുള്ളൊരു ശിഷ്യൻ്റെ അവൻ്റെ റിലേഷൻഷിപ്സ്, അവൻ്റെ ബന്ധങ്ങൾ, അവൻ്റെ വസ്തുവകകൾ എല്ലാം അതങ്ങനെ തന്നെ. നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ നമുക്കുള്ളതെല്ലാം കർത്താവിനായിട്ട് നമ്മളങ്ങ് സമർപ്പിക്കുന്നു. കർത്താവെ ഞാനിതൊന്നും ഗ്രാബ് ചെയ്ത് വെക്കുന്നില്ല എൻ്റേതെന്നും പറഞ്ഞുകൊണ്ട്, എല്ലാം അങ്ങയുടേതാണ്, അവിടുത്തെ നാമോദത്തിനായിട്ട്, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഉള്ളതാണ്, അവിടുന്ന് പറയുന്ന പോലെ ഞാനത് ഉപയോഗിക്കാം കർത്താവെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ നമ്മുടെ വീടാകട്ടെ, നമ്മുടെ വസ്തുവകളാവട്ടെ, നമ്മളുടെ എന്തെങ്കിലും പൊസഷൻസ്, നമ്മുടെ ചിലപ്പോൾ വാച്ചായിരിക്കും, നമുക്ക് വില കൂടിയതായിട്ടുള്ള നമ്മുടെ മൊബൈലോ, നമ്മളുടെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ കാര്യങ്ങളായിരിക്കും, ആ വസ്തുവകൾ കാര്യങ്ങൾ എല്ലാം കർത്താവെ അങ്ങനെയുള്ളതാണ്. ശരിയാണ്, ചിലർ കടം കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ല, ദൈവമേ അങ്ങ് അറിയാതെ അനുവദിക്കാതെ. ശരിയാണ്, ചിലപ്പോൾ നമ്മളുടെ ചില മിസ്റ്റേക്കുകളോ വീഴ്ചകളോ കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. നമ്മളവിടെ സമാധാനം കളയേണ്ട കാര്യമില്ല. ദൈവം അനുവദിച്ചു കർത്താവെ, അത് അത്രയും കുറഞ്ഞു കർത്താവെ. ഒരുപക്ഷെ എൻ്റെ പണസ്നേഹം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും കർത്താവ് അവിടുന്ന് അനുവദിച്ച്. ചില നഷ്ടങ്ങൾ, നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ചിലർ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകുന്നു, ചിലർ നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ട് തിന്നു കൊടുക്കാനല്ല, പക്ഷേ എങ്കിലും ചില സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മളിനിയിപ്പോൾ ദൈവമായിട്ട് അത് തരുന്നെങ്കിൽ ആവട്ടെ കർത്താവെ. എന്നാൽ കർത്താവെ ഞാൻ ഒന്നിനോടും അത് പറഞ്ഞു, എൻ്റെ സ്വർണ്ണം അവൾ എടുത്തുകൊണ്ട് പോയി, എൻ്റെ സ്വർണ്ണം എന്നെ പറ്റിച്ചുകൊണ്ട് പോയി, എൻ്റെ വസ്തുക്കൾ, അങ്ങനെയല്ല, മറിച്ച് എല്ലാം അവിടത്തേക്കുള്ള. അപ്പോൾ നമ്മൾ വളരെ ഫലം കായ്ക്കണമെങ്കിൽ അതിനായിട്ടുള്ള തടസ്സങ്ങളാണ് ഈ നൂലാമാലകൾ, എന്താ പറയുന്നത്, ബന്ധങ്ങൾ, വസ്തുവകകൾ, പിന്നെ നമ്മുടെ സ്വന്തം ജീവൻ തന്നെ. അതാ നമ്മൾ 26, 27, 33 വാക്യങ്ങളിൽ ആ 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള നമ്മുടെ സെൽഫ് ലൈഫ് തന്നെ അതിലാണ് ഈ റിലേഷൻഷിപ്സും ബന്ധങ്ങളും വസ്തുക്കളും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ബന്ധങ്ങളാവട്ടെ, വസ്തുക്കളാവട്ടെ, നമ്മുടെ സ്വന്തം ഇഷ്ടമാവട്ടെ, എല്ലാം കർത്താവെ, അത് എല്ലായിടത്തും കർത്താവെ അവിടുത്തെ വചനമാകുന്ന കത്തി വന്ന് വീഴട്ടെ കർത്താവെ. ആ അറ്റാച്ച്മെൻ്റ് എല്ലാം അങ്ങ് പോകട്ടെ. എനിക്ക് എന്നോട് തന്നെയും എൻ്റെ സ്വന്തം ജീവനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് കർത്താവ് ഏറ്റവും ഗൂഢമൂലമായിട്ടുള്ളത്. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. അങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് ദൈവം തരുന്ന വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് കീഴടങ്ങുമ്പോൾ, ഈ കത്തി വന്ന് വീഴുമ്പോൾ, അതിന് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അധികമായിട്ട് കർത്താവിലേക്ക് വന്ന് വസിക്കുക. പരിശുദ്ധാത്മ നമ്മൾ അധികമായിട്ട് നമ്മൾ വന്ന് നിറഞ്ഞ് അവിടെ നമ്മൾ അധികം ഫലം കായ്ക്കും. അധികം ഫലം കായ്ക്കുമ്പോഴത്തേക്കും കൊലകൊലയായിട്ട് മാങ്ങ വന്ന് കിടക്കുന്നു, ചക്ക തൂങ്ങി കിടക്കുന്നു, കൊലകൊലയായിട്ട് തെങ്ങെല്ലാം കൂടെ ഇങ്ങനെ കൊലകൊലയായിട്ട് ഇരിക്കുന്നു. ഇത്രയും ഫലം കായ്ക്കുമ്പോൾ ആ ഉടമസ്ഥന് ഭയങ്കര ക്രെഡിറ്റ്. അത് ആ പുരയിടത്തിൽ നിന്ന് നോക്ക്, എത്ര നല്ല കൃഷിക്കാരൻ എന്ന് പറയുന്നത് പോലെ പിതാവിൻ്റെ തോട്ടത്തിലെ കൃഷിയാണ് നമ്മുടെ. അപ്പോൾ അവിടെ നമ്മൾ വളരെ ഫലം കായ്ക്കുമ്പോൾ അത് പിതാവിൻ്റെ നാമത്തിന് മഹത്വമാകുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക, ഞാൻ ഫലം കായ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങളെ, എന്നെ പിതാവ് സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതാ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നും നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നത്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ ജീവിതത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൽ ഇത്രയും ഫലമൊക്കെ ഉണ്ട്, നമുക്കെവിടെ അതിന് പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നു, നമ്മളേതാണ്ട് അതുപോലെ സ്നേഹിക്കാൻ പോകുന്നു. ഇന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് 9-ാമത്തെ വാക്യത്തിൽ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി വെല്ലുവിളിച്ച്, ഞാൻ അതുകൂടെ അങ്ങ് പറഞ്ഞങ്ങ് നിർത്തുക. ഇത് ഒത്തിരി വെല്ലുവിളിച്ചിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം. യേശു എങ്ങനെ സ്നേഹിക്കുന്നത്? യോഹന്നാൻ 15:9 പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ, ജസ്റ്റ് ആസ് ദ ഫാദർ ഹാസ് ലവ്ഡ് മീ. എങ്ങനെയാണോ പിതാവ് എന്നെ സ്നേഹിച്ചത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവം, ആ ത്രിയേക ദൈവത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു അളവില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത, അതിരുകളില്ലാത്ത സ്നേഹം എന്നൊക്കെ നമ്മൾ പാട്ടിൽ പാടുന്ന പോലെ, ആ അളവുകളില്ലാത്ത സ്നേഹം കൊണ്ടാണ് പിതാവ് പുത്രനെ യേശുവിനെ സ്നേഹിച്ചത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എത്ര വലിയ സ്നേഹം യേശു എന്നെ, അത് യേശുവിൽ നിന്ന് നമ്മൾ കേൾക്കണം. പിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളെ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? നമ്മുടെ പേര് എവിടെ എഴുതണം? സന്ദീപിനെ, അല്ലെങ്കിൽ ഗിരീഷിനെ, മാധവിനെ, ജേക്കബ് മാത്യു, അല്ലെങ്കിൽ നാരായണൻ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് ഇവിടെ എഴുതിട്ട് പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പിതാവ് യേശു പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിലങ്ങ് വസിച്ചാൽ മതി. വസിക്കണമെങ്കിൽ ഇതിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അതിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതെന്നാണ് എൻ്റെ തൊട്ട് താഴത്തെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് ശക്തിയില്ല. നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് അങ്ങ് കീഴടങ്ങുന്നു, വചനമാകുന്ന കത്തിക്ക് കീഴടങ്ങുന്നു, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിൽ വസിക്കുന്നു. അങ്ങനെ യേശു നമ്മളിൽ വസിച്ച് നമ്മൾ ഫലം കായ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഫലം കായ്ക്കുമ്പോൾ, അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് കർത്താവിലേക്ക് അധികം ആഴത്തിൽ വസിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പറഞ്ഞാൽ സാഗ്വേറിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പോലെ യഥാർത്ഥത്തോടെ അനുസരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അനുസരണം എന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഇഷ്ടം പോലല്ല, അവിടുത്തെ ഇഷ്ടം പോലെ. ദാറ്റ് ഈസ് ഒബീഡിയൻസ്. ഇപ്പോൾ നമ്മൾ കർത്താവിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ, ഞാനായിട്ട് ഇനിയിപ്പോൾ കുറേ ചെന്നൊക്കെ അനുസരിച്ചാൽ ഇനിയിപ്പോൾ കർത്താവിനെ സ്നേഹത്തിൽ ചെന്നൊക്കെ വസിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വയമായിട്ട് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമുക്ക് സ്വയമായിട്ട് എന്താ ചെയ്യാനൊക്കുന്നത്? കർത്താവെ എൻ്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് സമർപ്പിക്കാനൊരു ചോയ്സ് ദൈവം തന്നിട്ടുണ്ട്. അവിടെ കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു, ഞാൻ സറണ്ടർ ചെയ്യുന്നു. അതാ ഒബീഡിയൻസ്. അങ്ങനെ അനുസരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹം എന്നിൽ വന്ന് നിറയുകയും, അങ്ങനെ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അധികമായിട്ട് വസിക്കുകയും, കർത്താവിനിൽ വസിക്കുകയും, അങ്ങനെ നമ്മൾ വചനം അനുസരിക്കുമ്പോൾ നമ്മൾ അധികം ആഴത്തിൽ കർത്താവിൽ വസിക്കുകയും, ആ വചനം അനുസരിച്ചുകൊണ്ട് കർത്താവിൽ വസിക്കുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ ആഴ്ചയും കുഞ്ഞുളിസ്റ്റ വാക്യം വായിച്ചായിരുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. 1 യോഹന്നാൻ അതും കൂടെ വായിച്ചാൽ എനിക്ക് നിർത്താം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലും അതിൻ്റെ 24-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 3:24 എന്താ നമ്മൾ വായിക്കുന്നത്? 24-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അബൈഡ്സ് ഇൻ ഹിം ആൻഡ് ഹീ ഇൻ ഹിം. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് ആത്മാവിനാൽ നാം അറിയുന്നു. നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ ഓരോ മോഹിക്കരുത്, കോപിക്കരുത്, ആകുലപ്പെടരുത്, മറ്റുള്ളവരെ വിധിക്കരുത്, കയ്പായിട്ടിരിക്കരുത്, ക്ഷമിക്കണം, അങ്ങനെയെല്ലാം ആകുലപ്പെടരുത്, പരാതി വെറുവെറുപ്പോടെ ആയിരിക്കരുത്, എല്ലാത്തിലും സന്തോഷിക്കുവാൻ, എല്ലാത്തിലും നന്ദി പറയുവാൻ എന്നുള്ള ദൈവത്തിൻ്റെ ഓരോരോ കൽപ്പനകൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെയും പരീക്ഷകളുടെയൊക്കെ നിരാശപ്പെട്ടു പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സമയത്ത് കർത്താവിൻ്റെ ആ കൽപ്പനയ്ക്ക് ഞാനങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ, കർത്താവ് എൻ്റെ ഇഷ്ടം പോലെയല്ല, എനിക്കിവിടെ നിരാശപ്പെട്ടു പോകാൻ എൻ്റേതായ ഒരു ബില്ലിവിടെ, എൻ്റെ ഇഷ്ടം അതാ ഉള്ളത് കർത്താവ്, പക്ഷേ കർത്താവ് ഞാൻ അങ്ങയിൽ സന്തോഷിക്കണം. അപ്പം ഞാൻ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് ഞാനങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനിൽ വന്ന് നിറഞ്ഞ് യേശുവിനിൽ വസിക്കും. അങ്ങനെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനാണ് അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ ഇവനിലും എന്ന് പറഞ്ഞാൽ ഹീ ഇൻ ഹിം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഹീ, യേശു നമ്മളിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് എങ്ങനെ നമ്മൾ അറിയുന്നത് വെച്ചാൽ അവിടുന്ന് നമുക്ക് തന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴാണ്, യേശു എന്നിൽ വസിക്കും. ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തതല്ല, ആ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, കർത്താവ് എന്നിലൂടെ അത് ചെയ്ത്. അപ്പം അവൻ തന്ന ആത്മാവിനാലാണ് നമ്മൾ അറിയുന്നത് അവൻ നമ്മിൽ വസിക്കുന്നു. ഇനി ഞാനല്ല, യേശു എന്നെ ജീവിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവിനാണ് ഞാൻ അറിയുന്നത്. അതേ കാര്യം തന്നെ 4-ാം അധ്യായത്തിൽ, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന് 13 പറയുന്നുണ്ട്. 4:13 നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ
നാം അറിയുന്നു. തൻ്റെ ആത്മാവിനെ തന്നതിനാൽ, ആത്മാവിൽ നിന്ന് തന്നതിനാൽ എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷ. ഏക് എന്നുള്ളൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ്, ഹി വാസ് ഗിവൺ അസ് ഹിസ് സ്പിരിറ്റ് എന്നല്ല, ഹി വാസ് ഗിവൺ അസ് ഓഫ് ഹിസ് സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് തന്നിരിക്കുക. പരിശുദ്ധാത്മാവ് അത് അധികമായിട്ട് ആത്മാവിനെ നമുക്ക് വേണം എന്ന് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മ വ്യക്തിയാണ് എന്ന് ആ വ്യക്തിയായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ തന്നെ നമുക്ക് അധികമായിട്ട് ദൈവം ആ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് തന്നിരിക്കുക. അപ്പം അതുകൊണ്ടാണ് നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്നെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് ഞാൻ കർത്താവിൽ വസിക്കുകയും കർത്താവിനിൽ വസിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു തെളിവാണ് എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതെന്നുള്ള കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം നമുക്ക് ആ കർത്താവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ വേരുന്നുണ്ട്. നമ്മൾ യോഹന്നാൻ 15:9 നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ പലപ്പോഴും യൂത്തിനോടും യുവാക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ കോട്ട് ചെയ്യുന്നൊരു വാക്യം യോഹന്നാൻ 15:9, ഈ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കുറച്ച് കഴിയുമ്പം യോഹന്നാൻ 17:23 നമ്മൾ എപ്പോഴും സാങ്ക്ലിയറിന് കേൾക്കാറുണ്ട്. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് യോഹന്നാൻ 17:23 വായിക്കുന്നത്. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ യേശു നമ്മളെ സ്നേഹിക്കുന്ന കാര്യം ഇവിടെ 15:9 യേശുവിൻ്റെ സ്നേഹം പറയുന്നത്. പിതാവിൻ്റെ സ്നേഹം 17:23 നമ്മൾ വായിക്കുന്നത്. പിതാവും പുത്രനും നമ്മളെ അളവില്ലാതെ അവർ തമ്മിലുള്ള പരസ്പര സ്നേഹം പോലെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയും സ്നേഹിക്കുന്നേ? ശിഷ്യന്മാരെ, നമ്മെ തന്നെ കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവർ. നമ്മൾ ആ യേശുവിനായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്വന്തത്തിനായിട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ദൈവം അങ്ങനെ സ്നേഹിക്കുന്നില്ല. എന്നാൽ യേശുവിനായിട്ട് ജീവിക്കാനായിട്ട് തങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവരെ പിതാവ് സ്നേഹിക്കുന്നത് എങ്ങനെ? യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കുന്നു. യേശു എങ്ങനെ സ്നേഹിക്കുന്നത്? പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അതേ അളവില്ലാത്ത സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലോ ഞാൻ വേരുന്നുണ്ടെന്നൊക്കെ നമ്മൾ എഫീസർ 3:17 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ അടിസ്ഥാനം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവിനെ യേശു സ്നേഹിച്ചതുപോലെ തന്നെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശു അധികം ഫലം കായ്ച്ച് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതുപോലെ എനിക്കും ഫലം കായ്ച്ച കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനൊക്കും. അങ്ങനെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് യേശു പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ പിതാവിൻ്റെ സ്നേഹത്തിൽ തന്നെ ആയിരുന്നു കർത്താവിൻ്റെ വാസസ്ഥലം. കർത്താവിൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് വെച്ചാൽ എപ്പോഴും പിതാവിൻ്റെ സ്നേഹം എവിടെയാണ് നമ്മുടെ അഡ്രസ്സ് എന്ന് വെച്ചാൽ ജ്യോതിസ് പഠനോടത്ത് കരുനാഗപ്പള്ളി. അവിടെ ചെല്ലുമ്പോൾ ഇന്ന ആളെ കാണാം എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ ജഗമതിബാറിൻ്റെ അഡ്രസ്സ്. മഠത്തിൽ പറമ്പിൽ ഏവൂർപ്പിയോ അവിടെ ചെന്നാൽ ആ ജഗമതിബാറിനെ കാണാം എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സ്. യേശുവിൻ്റെ അഡ്രസ്സ്, യേശുവിൻ്റെ വാസസ്ഥലം എവിടെ? പിതാവിൻ്റെ സ്നേഹത്തിലാണ് നാം വസിച്ച്. പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് കൊടുത്താൽ നിങ്ങൾക്കും എൻ്റെ സ്നേഹത്തിൽ വസിക്കാനൊക്കും എന്നുള്ളൊരു കാര്യം കർത്താവ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ. അങ്ങനെ ആവുമ്പോഴാണ് ഇതെല്ലാം പറയുന്നത് കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകാനാന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ താഴെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മളിലൊന്ന് നിറയട്ടെ. നമുക്കധികം ഫലം കായ്ക്കുന്നവരായിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറാം. വെറുതെ എന്തെങ്കിലും ഒരു വിശ്വാസം എന്നുള്ളൊരു നാമധേയ ക്രിസ്ത്യാനി എന്നുള്ളൊരു പേരിലോ അല്ലെങ്കിൽ നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നു എന്നുള്ളൊരു പേരിനോ അല്ല, മറിച്ച് നമ്മളധികം ഫലം കായ്ച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് എല്ലാത്തിനേക്കാളിലും ഉപരി അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും വസ്തുക്കളെക്കാട്ടിലും നമ്മെക്കാട്ടിലും തന്നെ യേശുവിനെ പൂർണ്ണതയോടെ സ്നേഹിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് തൻ്റെ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കട്ടെ. അങ്ങനെ അധികം ഫലം കായ്ച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് നമുക്ക് ലോകത്തിന് വെളിച്ചമായിട്ടായി തീരാം. ഇത് നമ്മളെ അധികമായിട്ട് സഹായിക്കും. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പാട്ടാണ്. കർത്താവ് മഹത്വത്തോടെ വരുവാനുള്ള നാളും നാഴികയൊക്കെ അടുത്തിരിക്കുക. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ ലജ്ജിച്ച് പോവാതിരിക്കണമെങ്കിൽ കർത്താവിൽ വസിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ യോഹന്നാൻ 1:28 നമ്മൾ വായിക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അന്ന് കർത്താവ് ആരെ ചേർക്കാനായിട്ടാണ് വരുന്നേ? എൻ്റെ അഞ്ചാമത്തെ സ്റ്റാൻസിൽ പാടുന്നുണ്ട്, ഒരുങ്ങി നിന്നവർ തന്നോട് കൂടെ മണിയറയിൽ വാഴാൻ കാലമായി. ഒരുങ്ങി നിന്നു കർത്താവിനായിട്ട് മണവാളനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവർക്കാണ് കർത്താവിൻ്റെ കൂടെ മണിയറയിൽ കാന്തയായിട്ട് വാഴുവാനുള്ള കാലമായി. അപ്പോൾ നമ്മളും ഒരുക്കത്തോടായിരിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വചനമാകുന്ന കത്തിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അധികം ഫലം കായ്ക്കുന്നവരായിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീർന്ന് കർത്താവിൻ്റെ പിതാവിൻ്റെ നാമത്തെ മുഹൂർത്തപ്പെടുത്തുന്നവരാണെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ വസിക്കുന്നവരാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വരവ് ഏറ്റവും സന്തോഷത്തിൻ്റെ സമയമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ലജിച്ച് ഒരുപക്ഷെ നമ്മൾ വിശ്വസ്തത നിലനിന്നു എന്നാൽ നമുക്ക് വേണ്ടി ജീവിച്ച് പല കാര്യങ്ങളിൽ നമ്മൾ ഒരു ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അങ്ങ് അടിപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നൊരു ലജ്ജയും ഒരു പരിഭ്രമവും ഒരു എംബാരസ്മെൻ്റ് ഒരു പ്രയാസമൊക്കെ ആയിരിക്കും. എന്നാൽ അങ്ങനെ വരാതിരിക്കാൻ തക്കവണ്ണം
അന്ന് കർത്താവ് വരാൻ കാലമായി. കർത്താവെ, അവിടത്തേക്കായിട്ട് ഞാൻ ഒരുങ്ങുന്നു. എന്നെ തന്നെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് തന്നെ എൻ്റെ ജീവിതത്തിലെ ചെറുതി വെടിപ്പാക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെ കർത്താവെ, ചിലപ്പോൾ നമ്മുടെ വസ്തുവകളോടോ നമ്മളുടെ ബന്ധങ്ങളോടോ ഒക്കെ ഉള്ള ആ ഒരു കർത്താവിനെ കവിഞ്ഞുള്ള പല ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. നമ്മളുടേതായ ചില സ്വന്തം ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതെല്ലാം കർത്താവെ അവിടുന്ന് തന്നെ കർത്താവെ അവിടുന്ന് എല്ലാം ചെത്തി വെടിപ്പാക്കണം. എനിക്ക് അങ്ങയിൽ വസിക്കണം, അധികം ഫലം കായ്ക്കണം. കർത്താവെ, എനിക്ക് എന്ത് ചോദിച്ചാൽ അങ്ങ് തരും. എന്തിനു വേണ്ടി ഞാൻ ചോദിക്കേണ്ടേ? ഞാൻ അധികമായിട്ട് ഫലം കായ്ക്കേണ്ടതിനായിട്ട്, അവിടുത്തെ നാമോഹത്തിനായിട്ട് ജീവിക്കേണ്ടതിനായിട്ട് കർത്താവെ ഞാൻ ചോദിക്കുന്നു. അതിനായിട്ട് എന്നെ ഒരുക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടാം. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി, ദുഷികളെല്ലാം തീരാൻ കാലമായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി, തേജസ്സോടെ നാം കാണാൻ കാലമായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരേ, കാലം സമീപം ആയി പ്രിയരേ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി, മണിയറയിൽ വാഴാൻ കാലമായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി, വാഴും സുദിനം ആസന്നമായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാൻ, കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാറായി, മറുരൂപമായി പറന്നിടാറായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കർത്താവിൻ്റെ വരവിനെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് അവിടുന്ന്
ഈ ഒരു ദിവസങ്ങളിൽ ഒരു നാള് കാഹളധ്വനി കേൾക്കാൻ കാലമായി. അവിടുന്ന് മഹത്വത്തോടെ ക്രൂശിൽ കർത്താവ് തൻ്റെ മഹത്വം എല്ലാം വിടിഞ്ഞ് കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഒരു കുറ്റവാളി എന്ന വണ്ണം കർത്താവ് ക്രൂശിൽ തൂങ്ങി മരിച്ചതാണ്. കർത്താവ് ക്രൂശിൽ തൂങ്ങിയതാണ് ലോകം കർത്താവിനെ അവസാനമായിട്ട് കണ്ടത്. എന്നാൽ അവിടുന്ന് മഹിമയോടെ മഹത്വത്തിൻ്റെ രാജാവായിട്ട്, രാജാവായിട്ട്, കർത്താവായിട്ട് അവിടുന്ന് സകല മഹത്വത്തോടെയും വലിയ തേജസ്സോടെ കർത്താവിൻ്റെ ആ മഹത്വം ഒന്ന് മറുരൂപപ്പെട്ടപ്പോൾ മറുരൂപമലയിൽ ആ ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിച്ചില്ല. അത്രയ്ക്ക് സൂര്യനെക്കാട്ടിലും തേജസ്സുള്ളവനായിട്ട്, ഏത് അലക്കുകാരൻ്റെ അലക്കിനെക്കാട്ടിലും വെളുത്ത അങ്കിയുള്ളവനായിട്ട് അവിടുന്ന് അത്ര വലിയ ശോഭയോടെ അന്ന് മറുരൂപമലയിൽ കർത്താവിൻ്റെ ഒരു ചെറിയ തേജസ് വെളിപ്പെട്ടുവെങ്കിൽ അവിടുന്ന് മഹിമയോടെ തൻ്റെ സൺ ഓഫ് മാൻ കംസ് ഇൻ ഹിസ് ഗ്ലോറി എന്ന കർത്താവ് തന്നെ തൻ്റെ മഹത്വത്തിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ കർത്താവിൻ്റെ ആ മഹത്വത്തിൽ വരുന്ന ആ ഒരു വരവ് മേഘാരൂഢനായിട്ട് കർത്താവ് മേഘത്തെ വാഹനമാക്കിക്കൊണ്ട് കർത്താവ് ഒരു നാട്ടിൽ വരുവാനുള്ള സമയമായി. അന്ന് കർത്താവിനായിട്ട് ഒരുങ്ങി നിന്നവരെല്ലാം അന്ന് കർത്താവിൻ്റെ കൂടെ മണിയറിയുകയും ചെയ്യും. അവർ കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വാഴും. അന്ന് സീവൻ മലയിൽ അവർ ഒരു 144,000 അവർ വെളിപ്പെടും. നമ്മളും അവരുടെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ ലജിച്ചു പോവുകയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവെ അന്ന് പൂർണ്ണ മഹത്വത്തോടെ അങ്ങയുടെ കൂടെ വെളിപ്പെടുവാൻ തടസ്സമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ചില മേഖലകൾ, നമ്മളുടേതായ സ്വയത്തിൻ്റെതായ ചില തഴമ്പുകൾ, ചില കഠിനപ്പെട്ട പല മേഖലകൾ, നമ്മൾ കർത്താവിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാത്ത പല മേഖലകൾ, അതെല്ലാം കർത്താവിൻ്റെ ആ വാളാകുന്ന ആ ചെത്തി വെളുപ്പാക്കുന്ന കത്തിക്ക് നമുക്ക് ഇരയാക്കി കൊടുക്കാം. നമ്മളുടെ ചില ബന്ധങ്ങളോ നമ്മളുടെ ചില വസ്തുവകളോ നമ്മളുടേതായ ചില ഇഷ്ടാനിഷ്ടങ്ങളോ ഒക്കെ കർത്താവിന് നമ്മളുടെ ഫലം കായ്ക്കോ തടസ്സമായിട്ട്, കർത്താവിൻ്റെ ശിഷ്യരായി തീരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും ഉപരിയായിട്ട് കർത്താവിനെ എല്ലാത്തിലും പൂർണ്ണഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ പ്രാണനോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും നമ്മളിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ യേശുവിനായിട്ട് കൊടുക്കാം. അവിടുന്ന് മാത്രം ഏകസത്യദൈവമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് മാത്രമാണ് ഉയർത്തെഴുന്നേറ്റവനായി ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നവനായ യേശു മാത്രമേ ഉള്ളെന്ന് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ നിൽക്കുന്നവർക്ക് തന്നെ യേശുവെ എന്നെ തന്നെ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ നമ്മളെ തന്നെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. അധികമായിട്ട് കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ അവനിലും അവൻ നമ്മളിലും വസിക്കുന്നുവെന്ന് അവിടുന്ന് നമുക്ക് തന്നെ ആത്മാവിനാൽ നമ്മൾ അറിയുന്നു. നമ്മുടെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന കർത്താവിലാണോ നമ്മൾ തന്നെ അങ്ങ് വസിക്കുവാണോ, കർത്താവ് നമ്മളിൽ വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് അധികം ഫലം കായ്ക്കാനായിട്ട് കർത്താവിനോട് ചോദിക്കാം. എന്ത് ചോദിച്ചാലും അവിടുന്ന് തരുന്ന നമ്മളുടെ ഹൃദയത്തിൻ്റെ അത്യന്തികമായിട്ടുള്ള ആഗ്രഹം എന്താ? കർത്താവ് എനിക്ക് അങ്ങേപ്പോലെ ആയിത്തീരണം, എനിക്ക് അങ്ങോട്ട് ഏറ്റവും അടുത്ത് വരണം, കർത്താവ് എനിക്ക് ഏറ്റവും അധികം അങ്ങേപ്പോലെ അടുത്ത് വരണം, അങ്ങേപ്പോലെ ആയിത്തീരണം, എനിക്ക് അധികമായിട്ട് യേശുവിനെ പോലെ ജീവിക്കണം, യേശുവിൻ്റെ ആഹാരം കർത്താവിൻ്റെ ജീവിതത്തിൽ അതങ്ങ് കൊലകൊലയായിട്ട് കായ്ക്കണം കർത്താവ് എന്നായിട്ട്. കർത്താവെ അങ്ങനെ പിതാവിൻ്റെ നാമം എൻ്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണം കർത്താവെ. കർത്താവെ അധികം ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കി പോകുന്നത് പോലെ കർത്താവെ യേശുവിൻ്റെ ആ ഫലം എൻ്റെ ജീവിതത്തിൽ അതുപോലെ കണ്ട് കർത്താവെ മറ്റനേകർ കർത്താവെ അവർ ആ തീയുള്ള മുൾപ്പടർപ്പുള്ള തീയുള്ള മുൾപ്പടർപ്പ്, അഗ്നിയുള്ള ആ മുൾപ്പടർപ്പിനെ മോശമൊന്ന് നോക്കി വന്ന് നിന്നതുപോലെ കർത്താവ് മറ്റുള്ളവർക്ക് കാണുവാനും മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാനും കർത്താവ് എൻ്റെ ജീവിതത്തിലൂടെ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ യേശുവിനെ വസിക്കണം, എനിക്ക് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കണം. അവിടുന്ന് എന്നെ പിതാവ് സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ സ്നേഹത്തിൽ എനിക്ക് വീഴുമെന്നാണ് കർത്താവ്. ആ സ്നേഹത്തെ ഒരിക്കലും ഡൗട്ട് ചെയ്യാതെ, ഒരിക്കലും സംശയിക്കാതെ അവിടുത്തെ സ്നേഹത്തിൽ തന്നെ വീഴുവാൻ ഒരിക്കൽ പോലും കർത്താവ് എന്തെല്ലാം പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ എൻ്റെ ജീവിതത്തിലുണ്ടായാലും യേശുവിനെ സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പിൽ ഒരു കർത്താവ് ഒരു കുലുക്കം ഉണ്ടാകാതെ കർത്താവ് ഞങ്ങൾ ആഴത്തിൽ അടിസ്ഥാനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നോന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് ഫലം കഴിക്കാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മുടെ സഹായിക്കുന്ന പിതാവേ, അവിടുത്തെ ജീവരസം പരിശുദ്ധാത്മാവിൻ്റെ ജീവരസത്തെ അളവില്ലാതെ ഞങ്ങളിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേണ്ടുന്നിടത്തെല്ലാം അവിടുത്തെ സദ്യ വെളിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ സഹായിക്കണം, എല്ലായിടത്തും അധികം ഫലം കഴിക്കണം, എല്ലാ മേഖലകളിലും കർത്താവ് ഞങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ, ഞങ്ങളുടെ
ബന്ധങ്ങളിലാവട്ടെ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, അയൽവക്കത്താവട്ടെ, ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ആവട്ടെ, ഇവിടെയെല്ലാം എല്ലായിടത്തും സഭയിലാവട്ടെ, ദേശത്താവട്ടെ, എല്ലായിടത്തും അധികം ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, വളരെ ഫലം കായ്ക്കുവാൻ സഹായിക്കണം. അവിടുത്തെ ശിഷ്യന്മാരിൽ ഞങ്ങൾക്ക് കർത്താവെ ശിഷ്യന്മാരായിട്ട് കർത്താവിനെ പ്രൂവ് ചെയ്യണം, ഞങ്ങൾ തന്നെ കർത്താവ് ശിഷ്യന്മാരായി തീരണം. കർത്താവ് അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണം. എപ്പോഴും അധികം ഫലം കായ്ക്കുന്നവരായിട്ട്, വളരെ ഫലം കായ്ക്കുന്നവരായിട്ട് ഞങ്ങളെ മാറ്റണം.